നമസ്തേ. സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് മൈൻഡ്, ബോഡി, സ്പിരിറ്റ് ഈ മൂന്ന് ആസ്പെക്ട്സിലുള്ള വളർച്ചയാണ് ഈ കലിയുഗത്തിൽ. അതുപോലെ തന്നെ നമ്മളുടെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓരോരുത്തരും തങ്ങളുടെ കർമ്മ മേഖലകളിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും അവരുടെ കർമ്മപാതയിലാണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് മാറാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ബ്രില്യൻ്റ് ആയിട്ട് കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ബുദ്ധിപരമായിട്ട് കർമ്മത്തിനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓവറോൾ ഡെവലപ്മെന്റ് സാധ്യമാവുകയില്ല. ഓവറോൾ ഡെവലപ്മെന്റ് സാധ്യമായാൽ മാത്രമേ ഒരു ജീവിതം നമുക്ക് അർത്ഥപൂർണമായിട്ട് മാറി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നമ്മൾ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും അതിനേക്കാളും ഒരു അല്പം കൂടി ലെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ കർമ്മം അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, സാലറി അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഏർലി ആസ് പോസിബിൾ നിങ്ങളുടെ ഭവനം അല്ലെങ്കിൽ വീട് പണി കഴിപ്പിക്കുക എന്നുള്ളതാണ്. ആ വീട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് പറയാറുള്ളത്. ആ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് നിങ്ങൾ ഗാദർ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ വീട്ടിൽ നിങ്ങളുടെ കർമ്മത്തിന്റെ സമയം കഴിഞ്ഞാൽ കുടുംബവുമായിട്ട് ഒത്തുചേരുക. അല്ലാത്ത പക്ഷം ഒരു വാടക വീടാണെങ്കിലും ഒരു ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആണെങ്കിലും ഒക്കെ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം അത് നൽകുന്നുണ്ടെങ്കിലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അന്ന് തൊട്ട് ഇനി അങ്ങോട്ടുള്ള ഇത്ര വർഷത്തേക്ക് ഞാൻ വാടക കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് എത്ര പണം ചെലവാകുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട്, ഒരു അസറ്റ് ഉണ്ടാകുന്നുണ്ടോ, ഒരു പാർപ്പിടം ഉണ്ടാകുന്നുണ്ടോ. പലരും പറയാറുണ്ട് വീട് ഒരു ലയബിലിറ്റി ആണ് എന്നൊക്കെ. പക്ഷേ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു വീടുണ്ടെങ്കിലാണ് നമുക്കതിനുള്ളൊരു സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വാടക കൊടുത്തുകൊണ്ട് വേറൊരാളുടെ ഔദാര്യത്തിൽ കഴിയുന്നത് പോലൊരു അവസ്ഥ സംജാതമാകും എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്ത് വീടാകാം, ഫ്ലാറ്റ് ആകാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീട് എന്ന് പറയുന്നത് ഒരു കുടുംബാന്തരീക്ഷം നിങ്ങൾ സംജാതമാക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പിന്നീടുള്ള കാലത്ത് ഇത് വളരെ വലിയൊരു നഷ്ടമായിട്ട് തോന്നും. കാരണം യഥാർത്ഥ സ്നേഹത്തിന്റെ ഒരു പ്ലേസ് ആണ് കുടുംബം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ജോലി സ്ഥലത്ത് ജോലിയുടെ സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ തങ്ങിക്കൊണ്ട് ഓവർ ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത്യന്താപേക്ഷിതമായ ചില സമയങ്ങളിൽ ഒഴികെ ബാക്കി ഭൂരിഭാഗ സമയങ്ങളിലും നിങ്ങൾ ജോലി കഴിഞ്ഞാൽ ഉടൻ കുടുംബത്തിൽ വന്നു ചേരുക. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി സ്ഥലത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പില്ലർ അല്ല നിങ്ങൾ. നിങ്ങൾ മരിച്ചു വീണാലും അവിടെ വേറൊരാൾ റീപ്ലേസ്ഡ് ആവുകയും ആ സ്ഥാപനം അതിനനുസരിച്ച് നടന്നു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള സമയങ്ങൾ നിങ്ങൾക്ക് വളരെ കുറവാണ് ലഭിക്കുന്നത്. കാരണം ഉണർന്നിരിക്കുന്നതിന്റെ ഭൂരിപക്ഷ സമയത്തും നിങ്ങൾ പഠിക്കുന്ന കാലത്താണെങ്കിൽ വിദ്യാലയങ്ങളിലും, ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ ജോലി സ്ഥലങ്ങളിലുമാണ്. അതുകൊണ്ട് അതിനുശേഷം ലഭിക്കുന്ന സമയം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കുക എന്നുള്ളതാണ്. കാരണം മാതാപിതാക്കളുടെ സാമീപ്യമാണ് നിങ്ങളുടെ കുട്ടികളെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ബന്ധങ്ങൾ ആഴത്തിലുള്ളത് ഉടലെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം അനുഭവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉള്ളപ്പോഴൊക്കെ നിങ്ങൾ കുടുംബവുമായിട്ട് ചേരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും കുടുംബം ഉള്ളവർക്ക് പോലും ഇന്ന് കുടുംബത്തിന്റെ വില, അതിന്റെ മൂല്യം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും കുടുംബത്തിനെ ഉപേക്ഷിച്ചും മറ്റു വഴികളിലേക്കും പോകുന്നത്. പക്ഷേ വിദേശങ്ങളിൽ പോലും ആളുകൾ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ പതിയെ മാറി വരികയാണ് എന്നുള്ളത് ട്രെഡ് വൈബ്സ് പോലുള്ള ഓരോ ട്രെൻഡുകളൊക്കെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. കുടുംബങ്ങളില്ലാതെ പ്രായമാകുന്ന സമയത്ത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ കഴിയുന്ന ഒരു അവസ്ഥ വിദേശ രാജ്യങ്ങളിൽ സർവ്വസാധാരണമാണ്. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അവസാന കാലത്ത് ഡിസ്പെയറിന്റെയും അല്ലെങ്കിൽ നിരാശയുടെയും അവസ്ഥയിൽ ഒരുപാട് ആളുകൾ വൃദ്ധരായിട്ട് മരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കാരണം കുടുംബം അടുത്തില്ല എന്നുള്ളതാണ്. മരണസമയത്ത് കുടുംബത്തിൽ നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തിയുടെയോ വ്യക്തികളുടെയോ സാമീപ്യത്തിൽ അവരുടെ കൈപിടിച്ച് മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു മരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിരാശയുടെ പടുകുഴിയിൽ നിന്നുകൊണ്ട് ജോലിക്കാരെയും മറ്റും ആക്രോശിക്കുകയും തെറിവിളിക്കുകയും ചെയ്തുകൊണ്ട് മരിക്കുന്നത് വിജയകരമായിട്ടുള്ള ഒരു മരണമല്ല എന്നുള്ളതാണ് ആത്മീയ വീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പലരും പ്രമോഷനെ പിന്തുടരുന്ന ഒരു അവസ്ഥയാണ്. പ്രമോഷനാണ് അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രമോഷനെ പിന്തുടരരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സ്കിൽ ഡെവലപ്പായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രമോഷൻ അർഹതപ്പെട്ടതും അല്ലെങ്കിൽ നിങ്ങളുടെ അതോറിറ്റീസ് അത് തീരുമാനിച്ചിട്ടുമുണ്ടെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി അഥവാ പ്രമോഷൻ ലഭിച്ചില്ലെങ്കിലും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ടും സാധിക്കും.
അപ്പൊ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് ഓഫീസ് ഗോസിപ്പ് അല്ലെങ്കിൽ വർക്ക് ഗോസിപ്പ്. അത്തരത്തിലുള്ള നെഗറ്റീവ് ഗാദറിങ്സ്, ആളുകളെ മാത്രം അജണ്ടയാക്കിയിട്ടുള്ള കൂടിച്ചേരലുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. പരദൂഷണം പറയുന്ന വേളയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന വേളയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആയിരിക്കുന്ന കൂട്ടത്തിലിരുന്ന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത ടാർഗറ്റ് നിങ്ങളായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഗോസിപ്പ് ഗ്രൂപ്പുകളിൽ ഒരു തരത്തിലുള്ള ഗ്രൂപ്പിസത്തിലും വർക്ക് പ്ലേസിൽ ചേരാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ആരാണോ അവർ പറയുന്ന കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അവർ പറയുന്നതിൽ കൂടുകയോ കുറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശമ്പളത്തിനൊത്ത പണി ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിന് ഇക്വിറ്റി തിയറി എന്ന് പറയുന്ന ഒരു തിയറി പോലും ഓർഗനൈസേഷണൽ ബിഹേവിയർ സൈക്കോളജിയിൽ നിലവിലുണ്ട്. അത് വളരെ പോപ്പുലറുമാണ്. ആളുകൾ തുലനം ചെയ്ത് നോക്കുകയാണ്. എന്റെ വർക്ക് എത്രമാത്രമുണ്ട്, എനിക്ക് കിട്ടുന്ന സാലറി എത്രമാത്രമുണ്ട്, ഏതിന്റെ തട്ടാണ് താഴ്ന്നിരിക്കുന്നത്. വർക്കിന്റെ തട്ട് താഴ്ന്നിരിക്കുകയും സാലറിയുടെ തട്ട് ഉയർന്നിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ വർക്കിന്റെ സാലറിയുടെയും ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്നാണ് ഇക്വിറ്റി തിയറിയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഗോസിപ്പുകളിൽ നിന്നൊഴിവായി നമ്മുടെ രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഗോസിപ്പ് നിങ്ങളുടെ റെപ്യൂട്ടേഷനെ തകർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലോങ് റണ്ണിൽ അത് വളരെ വലിയ പരാജയമായിട്ട് മാറുകയും ചെയ്യും. നെക്സ്റ്റ് തിങ് ഈസ്, നിങ്ങൾ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനോട് മത്സരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കൈ പൊള്ളും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കൊളീഗ്സിനോട് നിങ്ങൾ മത്സരിക്കേണ്ട ആവശ്യമില്ല. കാരണം വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ഒരു മത്സരത്തിന്റെ സ്ഥലമല്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ തെറ്റും. നിങ്ങൾ സ്റ്റാഗ്നേഷൻ സംഭവിച്ച് പരാജയത്തിലേക്ക് പോവുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബോസിനോട് നിങ്ങൾ മത്സരിക്കുവാണെങ്കിൽ നിങ്ങളുടെ കൈ പൊള്ളുമെങ്കിൽ കൊളീഗ്സിനോട് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് നിങ്ങൾ മത്സരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തല പുകയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് എനർജി കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ വർക്ക് വൃത്തിയായിട്ട് ചെയ്യുക, അതിലേക്ക് എനർജി കൊടുക്കുക. ആത്യന്തികമായിട്ട് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അടുത്തതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം, നിങ്ങളുടെ സാലറിക്ക് അപ്പുറത്തേക്ക്, ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ ശമ്പളത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് ചിലപ്പോൾ ചെറിയൊരു ബിസിനസ് ആയിരിക്കാം, എന്തെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രേഡിംഗ് ആയിരിക്കാം. അത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുകയും വേണം. ചിലപ്പോൾ അതൊരു കൂട്ടുകച്ചവടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ കുറച്ച് ഷെയറുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എങ്ങനെയാണോ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു മേഖല നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ ഒരു പ്രൊജക്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുകയും ഇത് നിങ്ങളുടെ സാലറിയെ അധികരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റെബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും ഫ്യൂച്ചറിലേക്ക് അതിന് സ്കോപ്പ് ഉണ്ട് എന്നും തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ച്, അതൊരു കൂട്ടുകച്ചവടമല്ല, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണ്, നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു വസ്തുതയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മാറാവുന്നതുമാണ്. കാരണം ഒരു ജോലി എന്ന് പറയുന്നത് നൽകുന്ന സാലറി മാത്രം സ്വീകരിച്ച് ജീവിക്കുന്ന അവസ്ഥ ലോങ് റണ്ണിൽ പരാജയമായിട്ട് മാറും. കുറെ പ്രായമായി കഴിയുമ്പോൾ അതൊരു പരാജയമാണ് എന്നുള്ളത് മനസ്സിലാകും. എന്നാൽ പുറമെ നിന്ന് കൂടുതൽ ഇൻകം നിങ്ങൾക്ക് വരുവാണെങ്കിൽ, നമുക്ക് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത് സ്റ്റെബിൾ ഇൻകം ആണ്. പക്ഷെ അത് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിലൊരു ഹൈക്ക് ഉണ്ടാവുകയില്ല. ബട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നതിന്റെ ഹൈക്ക്, അതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് അൺലിമിറ്റഡുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് പല കോടീശ്വരന്മാരും ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് പോയതും പഠനം ഉപേക്ഷിച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും. പക്ഷെ ഒരു വസ്തുതയുള്ളത്, ദേ വേർ കോൺഫിഡന്റ്. അവർ കോൺഫിഡന്റ് ആയിരുന്നു അവരുടെ ബിസിനസ്സിൽ. എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഷെയർഡ് ആയിട്ടുള്ള ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാം. അത് അത്രയും വിശ്വാസമുണ്ട്, ആ കൂട്ടുകെട്ട് തകരില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സംഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ അതാണ് കൂടുതൽ ബെനഫിഷ്യൽ ആയിട്ട് വരാനുള്ള സാധ്യത. പക്ഷേ ദാറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ സാഹചര്യത്തിനൊക്കെ അനുസരിച്ചാണത്. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം, ഭാവിയിൽ ഇതിൽ നിന്ന് എനിക്ക് വീഴേണ്ട ഒരു അവസ്ഥ വരികയില്ല, മുകളിലേക്ക് തന്നെയാണ് പോവുക എന്നുള്ളത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഡക്റ്റ് ആകണം. എങ്ങോട്ടാണ് ഡിഡക്റ്റ് ആകേണ്ടത്? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ആയിരിക്കാം, ഷെയർസ് ആയിരിക്കാം, ഇക്വിറ്റീസിലായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ 30,000 രൂപ സാലറി മേടിക്കുന്ന ഒരാളാണെങ്കിൽ 10,000 രൂപയെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണം, നിങ്ങളുടെ ബാക്കി പണം ചെലവിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും. ഈ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് മാത്രമേ നിങ്ങൾ ലക്ഷറി വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും ലക്ഷറി മേടിക്കുവാനായിട്ട്, ലക്ഷൂറിയസ് ആയിട്ടുള്ള വെഹിക്കിള്, ലക്ഷൂറിയസ് ആയിട്ടുള്ള വീട്, അല്ലെങ്കിൽ ടൂർ പോകാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റികൾക്കൊന്നും ഒരിക്കലും നിങ്ങളുടെ ബേസിക് സാലറി എന്നുള്ള പണം എടുക്കരുത്. നിങ്ങളുടെ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്.
അല്ലാത്ത പക്ഷം നിങ്ങൾ പിന്നീട് ഒരു കടക്കാരനായിട്ട് മാറുമെന്നുള്ളതാണ്. ഈ ലോണൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് അത്ര കണ്ട് ഷുവർ ആയിട്ടുള്ള അവസ്ഥകളിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അടയ്ക്കാമെന്ന് ഉറപ്പുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും ലോൺ എടുത്ത പണം കൊണ്ട് നിങ്ങൾ എന്റർടൈൻമെന്റിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിയർക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ നിങ്ങളുടെ ജോലിയിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് നല്ലത്. ഒരിക്കലും നിങ്ങളുടെ ജോലിയുമായിട്ട് ഇത്യാദി കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മനസ്സമാധാനം നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബം വേറെ, ജോലി വേറെ. ജോലിയുടെ അനാവശ്യ കാര്യങ്ങൾ ഒരുപാട് കുടുംബത്തിലേക്ക് വലിച്ചുകൊണ്ടുവരികയോ കുടുംബത്തിലെ കാര്യങ്ങൾ ജോലി സ്ഥലത്തേക്ക് കൊണ്ടിടുകയോ ചെയ്യരുത്. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിർത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുവാണെങ്കിൽ യു വിൽ മാസ്റ്റർ സക്സസ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മണിയടിക്കലാണ്. അതായത് ബോസിന് മണിയടിക്കുക, അതോറിറ്റീസിന് മണിയടിക്കുക, മാനേജ്മെന്റിന് മണിയടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ. ഹയർ അതോറിറ്റീസിനെ എപ്പോഴും ഒരു മണിയടിക്കാരനായിട്ട് കൂടെ കൂടുന്ന സമയത്ത് നിങ്ങളുടെ കൊളീഗ്സിന് നിങ്ങളോട് അകൽച്ച തോന്നുകയും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫെയിലർ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ അതോറിറ്റീസ്, ഈ ബോസ് മാറിപ്പോവുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഡംപ് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഒറ്റപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ബോസിനോടുള്ള ബന്ധവും നിങ്ങളുടെ കൊളീഗ്സിനോടുള്ള അല്ലെങ്കിൽ സഹപ്രവർത്തകരോടുള്ള ബന്ധവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് തിങ് ഈസ് അബൌട്ട് പ്ലാൻ യുവർ റിട്ടയർമെന്റ്. എപ്പോഴാണ് റിട്ടയർമെന്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യേണ്ടത്? വിരമിക്കാനായിട്ട് 2-3 വർഷമുള്ളപ്പോഴാണോ? അല്ല. നിങ്ങൾ റിട്ടയർമെന്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ, അതായത് ജോലിയിൽ ചേരാനുള്ള ക്ഷണക്കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ആ നിമിഷം തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഫ്രം ദാറ്റ് വെരി ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് റിട്ടയർ റിച്ച്, റിട്ടയർ യങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ റിട്ടയർ യങ് എന്ന് പറയുന്നത് 58-60 വയസ്സല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 35, 40, 45, മാക്സിമം പോയി കഴിഞ്ഞാൽ 50. അതിനു മുമ്പ് നമുക്ക് റിട്ടയർമെന്റ് സാധ്യമായിരിക്കണം. ഇപ്പോഴത്തെ ഗവൺമെന്റ് സിനാരിയോയിലൊക്കെ 58 വയസ്സാണ് നമ്മുടെ നാട്ടിലുള്ളത് എങ്കിലും വിദേശത്തെ മോഡലിലേക്ക് നമ്മുടെ ഇവിടെയും കാര്യങ്ങൾ മാറി വരികയാണ്. കാരണം ഈ പറയുന്ന പെൻഷൻ ഒക്കെ മാറി അതിന് പകരം കോൺട്രാക്ട് ബേസിലുള്ള ജോലികളിലേക്കൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ഗവൺമെന്റ് പോസ്റ്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബാലൻസ് ചെയ്ത് ഒരു എക്കണോമിക്ക് വളർന്നു പോകണമെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള USA പോലെയുള്ള നേഷൻസിലേക്ക് അല്ലെങ്കിൽ പല യൂറോപ്യൻ കൺട്രീസിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ആളുകൾ, ഇപ്പോഴുള്ള യുവാക്കളും ഇപ്പോൾ ജോലിയിലുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ റിട്ടയർ യങ് ആയിട്ട് റിട്ടയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് വെറുതെ റിട്ടയർ ചെയ്യുകയല്ല, യങ് ആൻഡ് റിച്ച് എന്നാണ് പറയുന്നത്. അതായത് പ്രായം കുറഞ്ഞ് പണക്കാരനായിട്ട് റിട്ടയർ ചെയ്യാനായിട്ടുള്ള പ്ലാനിങ്സ് നിങ്ങളുടെ ആദ്യ സാലറി കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്യുന്നതായിരിക്കാം, ബിസിനസ് ചെയ്യുന്നതായിരിക്കാം, മറ്റ് അഡീഷണൽ വർക്കുകൾ ചെയ്യുന്നതായിരിക്കാം, മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വർക്കുകൾ റൺ ചെയ്യുന്നതായിരിക്കാം. എനിത്തിങ്, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു കാര്യം അഡീഷണൽ ആയിട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 50-ാമത്തെ വയസ്സിൽ നിരാശപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത് പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിട്ടയർ ആകുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും അവരുടെ വെൽഫെയർ സൊസൈറ്റീസിലും മറ്റും ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. ഏതെങ്കിലും ഒരു കാലത്ത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ നിന്നു പോകാൻ സാധ്യതയുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് കൂട്ടായി നിൽക്കുന്നത് കൊണ്ടും കൂട്ടായ പരിശ്രമം ഉണ്ടാകുന്നത് കൊണ്ടും അതിനെ തടയുവാനും അവർക്കത് ബെനഫിഷ്യൽ ആയിട്ട് വരുത്തുവാനും സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രത്യാശിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് ജോലിയിൽ 1 മാസം നിശ്ചിത ലീവ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 1 വർഷം നിശ്ചിത ലീവ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നു, ഈ ലീവുകൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ്വൽ ലീവുകൾ എടുക്കുക എന്നുള്ളതാണ്. അത് രോഗം വരുന്ന സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്തോ മാത്രമല്ല, നിങ്ങൾ ഈ ക്യാഷ്വൽ ലീവ് എടുക്കണം. ലീവ് എടുക്കുന്നത് വീട്ടിൽ പോയിരുന്നിട്ട് റിമോട്ടിലോ മൊബൈൽ ഫോണിലോ സമയം കളയാൻ വേണ്ടിയിട്ടല്ല, ടൂർ വെച്ച് സമയം കളയാൻ വേണ്ടിയിട്ടുമല്ല, മറിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊജക്ട് ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുവാനും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അനദർ സോഴ്സസ് ഓഫ് ഇൻകത്തിനെ ഉണ്ടാക്കുവാനോ മെയിൻറ്റെയിൻ ചെയ്യുവാനോ ആയിട്ട് വേണം ഈ ഒരു ലീവിനെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ റിട്ടയർ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ പെൻഷൻ ആകുന്ന സമയത്ത് ലഭിക്കുന്ന പെൻഷൻ മണി, മാസാമാസം ലഭിക്കുന്ന പെൻഷന്റെ കാര്യമല്ല പറഞ്ഞത്, റിട്ടയർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന PF മറ്റു കാര്യങ്ങളും ഒക്കെ, ഈ പണം നിങ്ങൾക്ക് ടൂർ വെക്കാനോ അടിച്ചു പൊളിക്കാനോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായ പുതിയൊരു ഭാര്യനെ വിവാഹം കഴിക്കാനോ ഉള്ളതല്ല. മറിച്ച് ഇത് ലക്ഷറീസിന് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങളുടെ വയസ്സാകുന്ന സമയത്ത്, ഒരുപക്ഷെ നമ്മൾ വയസ്സാകുന്ന സമയത്ത് നമ്മളിൽ ആര് മരിക്കും എന്നൊന്നും യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണുള്ളത്. അപ്പൊ നമ്മളെ നോക്കുമെന്ന് വിചാരിക്കുന്നവർ ചിലപ്പോൾ അന്നേരം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ പണം ആ സമയത്ത് ബിസിനസ് നടത്താനായിട്ട് പോലും ചെലവഴിക്കരുത്.
അങ്ങനെ പരാജയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക, നിങ്ങളുടെ വയസ്സാം കാലത്ത് ഉപയോഗിക്കുവാനായിട്ട്. ഈ പണം നിങ്ങൾ ബിസിനസ് നടത്താനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലക്ഷറിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെലവാക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് മക്കളുടെ മുന്നിൽ പോയി കൈനീട്ടുക എന്നുള്ളത് അതിൽ പരം ഒരു ദുരന്തം നിങ്ങൾക്ക് വരുവാനില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മക്കളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ അവരോട് കൂടെ മറ്റാളുകൾ ചിലപ്പോൾ ചേരുന്നുണ്ടായിരിക്കും. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് എങ്ങനെ വരും എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഈ പണം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ മക്കൾ നല്ല ആളുകളാണെങ്കിൽ പോലും ഈ പണം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ആരാണ് പിന്നീട് പണമില്ലാണ്ടാകുന്നത്, പണക്കാരനാകുന്നത് എന്നൊന്നും നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ ഒരു പണം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ഒരു വിജയിയെ പോലെ വിജയകരമായിട്ട് വിരമിക്കുക. അത് അപ്പോഴുള്ള അവിടെയുള്ള നിങ്ങളുടെ സഹപ്രവർത്തകർക്ക്, നിങ്ങളുടെ പിന്നാലെ വരുന്ന തലമുറയ്ക്കൊക്കെ അതൊരു പ്രചോദനമായിരിക്കണം. കാരണം നിങ്ങൾ ജോലി പരാജയപ്പെട്ട് നിർത്തിപ്പോയി എന്നുള്ളതിലല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുകയും ആ സമയത്ത് നിങ്ങൾ ജോലിയിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് അതിനേക്കാളും 10 മടങ്ങ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത്. ഇത് ആരാധനയോടുകൂടി മറ്റുള്ളവർ നോക്കി നിൽക്കണം. കാരണം നിങ്ങൾ നേരത്തെ തന്നെ വിജയിച്ച് സമാധാനപരമായിട്ട് റിച്ച് ആയിട്ട് യങ് ആയിട്ട് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, റിട്ടയർ ആകാനായിട്ട് മടി കാണിക്കരുത്. പുതിയ ആളുകൾ ജോലിക്ക് കയറട്ടെ എന്നേ. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. നമസ്തേ.